കേരളത്തിൽ 3 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 6 മരണം കൂടി സ്ഥിരീകരിച്ചു. ആകെ ചികിത്സയിലുള്ളവർ 7121 കേരളത്തിൽ കോവിഡ് രോഗികൾ 2223 ഉയർന്നു. സജു തോമസ് വിശദാംശങ്ങൾ നൽകും. സജു, ആശങ്കകളുടെ കണക്കുകൾ തന്നെയാണ് ഇപ്പോഴും കോവിഡ് നിയന്ത്രണ വിധേയമാകാത്തൊരവസ്ഥ. ഏറ്റവും പുതിയ വിവരങ്ങളും കണക്കുകളും എങ്ങനെ? സൈഫുദ്ദീൻ, ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുമ്പോൾ പോലും ഓരോ ദിവസവും കോവിഡ് വ്യാപനം വളരുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതലായി കേരളം, അതുപോലെ മഹാരാഷ്ട്ര, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് രോഗവ്യാപനം ഏറ്റവും കൂടുതലായി വരുന്നത്. ഇന്നിപ്പോൾ 7000 കടന്നിരിക്കുകയാണ്. 7121 കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെക്കാളും 303 കേസുകളാണ് പുതുതായിട്ട് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2223 കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 6 മരണങ്ങളാണ് ഇന്ന് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 3 മരണങ്ങൾ കേരളത്തിലാണ്. 89 വയസ്സുള്ള ഒരു സ്ത്രീയും 69 വയസ്സുള്ള 2 പുരുഷന്മാരുമാണ് ഇന്ന് മരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് പുതിയ വകഭേദത്തിന് തീവ്ര വ്യാപനശേഷി ഉണ്ടെങ്കിൽ പോലും അത് മറ്റു അസുഖമുള്ളവർക്കാണ് കൂടുതൽ രീതിയിലേക്ക് ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. ബാക്കി ആരോഗ്യമുള്ളവർക്ക് ഇതൊരു ചെറിയ പനി എന്ന രീതിയിൽ ബാധിച്ച് മാറുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പക്ഷേ ഓരോ ദിവസവും 1000 വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 6815 ആയിരുന്നെങ്കിൽ ഇന്നത് 7100 മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ദിവസം പ്രതി ഓരോ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ വളരുകയാണ്. പ്രത്യേകിച്ച് ഡൽഹി, ഗുജറാത്ത്, ബംഗാൾ, മഹാരാഷ്ട്ര, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ വളരുകയാണ്. എന്തായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചില സംസ്ഥാനങ്ങൾക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ എടുക്കാനുള്ള തീരുമാനമൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മാസ്ക് ഉപയോഗിക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെയും സംസ്ഥാന സർക്കാരും ആരോഗ്യമന്ത്രിയും ഒക്കെ നൽകിയത്. മറ്റു സംസ്ഥാനങ്ങളും ഇത്തരം നിർദ്ദേശങ്ങൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏറ്റവും ആശങ്കാപരമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ ഡൽഹിയിലും അതുപോലെ ഗുജറാത്തിലും ബംഗാളിലും 1000 കടക്കുന്നു എന്നുള്ളതാണ്. അതായത് രാജ്യ തലസ്ഥാനം ഉൾപ്പെടെ ഉള്ളിടത്ത് ഇത്തരത്തിൽ കോവിഡ് കേസുകൾ വളരുന്നത് ആശങ്കയോടുകൂടിയാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നോക്കുന്നത്. എന്തായാലും സൂക്ഷ്മമായി സ്ഥിതി നിരീക്ഷിക്കുകയാണെന്നും ആശങ്കയ്ക്ക് വകയില്ലെന്നും ഇപ്പോൾ പടരുന്ന വകഭേദത്തിന് തീവ്ര വ്യാപനശേഷി കൊണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വലിയൊരു രോഗബാധിതയായിട്ട് പടരാനുള്ള സാധ്യത കുറവാണെന്നുമാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം വിശദീകരിക്കുന്നത്.